വെൽക്കം ടു ഐ സി മൂവീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ ആയിട്ടുള്ള 21 എന്ന് പറയുന്ന മൂവിയാണ്. നിങ്ങൾ ഈ കാണുന്ന വ്യക്തിയാണ് ബെൻ ക്യാമ്പൽ. MIT മാത്തമാറ്റിക്സ് മേജർ എടുത്ത് പഠിക്കുകയാണ് ബെൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെ നമ്മുടെ ബെന്നിന് ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ പഠിക്കാനായിട്ട് അഡ്മിഷൻ കിട്ടുവാണ്. എന്നാൽ ബെന്നിന്റെ കയ്യിൽ ട്യൂഷൻ ഫീസ് അടയ്ക്കാനൊന്നും പൈസയില്ല. അങ്ങനെ അവനൊരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാണ്. റോബിൻസൺ എന്ന് പറയുന്ന സ്കോളർഷിപ്പാണത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ എൻറ്റയർ അക്കാഡമിക് ഇയറുള്ള ഫീസും അടഞ്ഞു പോകും. ബെന്നിപ്പോൾ ഉള്ളത് ഹാർഡ്വേർഡിലെ ഡീനുമായിട്ടുള്ള ഇന്റർവ്യൂലാണ്. ബെന്നു പറയുകയാണ് താൻ നിരവധി മത്സര പരീക്ഷകളിൽ നല്ല രീതിയിൽ മാർക്ക് നേടിയിട്ടുണ്ട്. മാത്രമല്ല താനിപ്പോൾ തന്റെ കൂട്ടുകാരുമായിട്ട് ഒരു റോബോട്ടിക് പ്രോജക്റ്റ് ചെയ്യുകയാണ്. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് ആ ഇന്റർവ്യൂയർ ഇംപ്രസ് ആയില്ല. കാരണം അവനെപ്പോലെ 76 ബ്രില്യൻ സ്റ്റുഡൻസ് ആണ് അവിടെ ഉള്ളത്. അതിലൊരാൾക്ക് മാത്രമേ റോബിൻസൺ സ്കോളർഷിപ്പ് കിട്ടുകയുള്ളൂ. ബെന്നിന് ആകെ വിഷമമായി. കാരണം ആ 76 പേരെ കാട്ടിയും നല്ല രീതിയിൽ അവൻ പെർഫോം ചെയ്താൽ മാത്രമേ അവൻ ആ സ്കോളർഷിപ്പ് കിട്ടുകയുള്ളൂ. അങ്ങനെ ആകെ വിഷമത്തോടെ ബെൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവൻ നേരെ പോയത് അവൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന ഷോപ്പിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു, ബെൻ നിനക്ക് പ്രൊമോഷൻ കിട്ടി. ഇനി മുതൽ നിന്റെ സാലറി എന്ന് പറയുന്നത് മണിക്കൂറിൽ $8 ആയിരിക്കും. എന്നാൽ ഇത് കേട്ടിട്ടൊന്നും ബെന്നിന് വലിയ സന്തോഷം തോന്നില്ല. കാരണം ഈ കാലത്ത് $8 കൊണ്ട് എന്ത് നേടാൻ കഴിയും? ബെന്നു മനസ്സിൽ ചിന്തിച്ചു. അവിടേക്കാണ് ബെന്നിന്റെ സുഹൃത്ത് വരുന്നത്. മൈൽസ് എന്നാണ് അവന്റെ പേര്. ബെന്നു മൈൽസിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. മൈൽസ് പറഞ്ഞു, നിനക്ക് നിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചും പൈസ ഇല്ലാത്തതുകൊണ്ട് നിന്റെ ഡ്രീം നിനക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ചൊക്കെ അയാളോട് പറഞ്ഞുകൂടായിരുന്നു. എന്നാൽ ബെന്നി റിപ്ലൈ ഒന്നും കൊടുത്തില്ല. ബെന്നി പറഞ്ഞു, എപ്പോഴും അവന്റെ സ്വപ്നത്തിൽ നിന്നും അവനെ പുറകോട്ട് വലിക്കുന്നത് പൈസയുടെ കാര്യം വരുമ്പോഴാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ബെന്നും അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ഒരു റെസ്റ്റോറന്റിൽ ഒത്തുകൂടുകയാണ്. അവരവിടെ ബെന്നിന്റെ 21ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അതോടൊപ്പം അവരുടെ റോബോട്ടിക്സ് കോമ്പറ്റീഷനിലെ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറാണ് അവരുടെ കൺസെപ്റ്റ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ബെൻ ഒരു അഡ്വാൻസ് മാത്തമാറ്റിക്സ് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ്. അവിടെ മിക്കി റോസ എന്ന് പറയുന്ന പ്രൊഫസർ ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ് കുട്ടികൾക്ക് എല്ലാവർക്കുമായിട്ട്. എന്നാൽ ബെന്നു മാത്രമാണ് അതിന് ഉത്തരം പറഞ്ഞത്. ഇത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ബെന്നിന്റെ ടെസ്റ്റിലെ സ്കോറെല്ലാം നോക്കി. ലീനിയർ ഇക്വേഷനിൽ അവന് 97% മാർക്ക് ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ ബെന്നി ലൈബ്രറിയിൽ തനിച്ചിരുന്ന് വായിക്കുകയായിരുന്നു. അവിടേക്ക് ഫിഷർ എന്ന് പറയുന്ന ഒരു കുട്ടി ചെന്നു. നിന്നെ നമ്മുടെ പ്രൊഫസർ അന്വേഷിക്കുന്നുണ്ട്, നീ എന്റെ കൂടെ ഒന്ന് വരണം. അങ്ങനെ നമ്മുടെ ബെന്നും ഫിഷറിന്റെ കൂടെ പോവുകയാണ്. ബെന്നു കാണുന്നത് ആ ക്ലാസ്സിൽ തന്നെ കുറച്ച് കുട്ടികളോടൊപ്പം നമ്മുടെ പ്രൊഫസർ മിക്കി റോസ ഇരിക്കുന്നതാണ്. അങ്ങനെ ഓരോരുത്തരും സ്വയം പരിചയപ്പെടുത്തി. കിയാന, ജോയ്, ചിൽ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേര്. ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത അവിടെ ഉണ്ടായിരുന്നവരെല്ലാം MIT ഇന്റലിജന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. അവരെല്ലാം മാത്സിൽ വളരെയധികം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കുട്ടികളാണ്. അങ്ങനെ നമ്മുടെ പ്രൊഫസർ മിക്കി ബെന്നിനെ ബ്ലാക്ക് ജാക്ക് ടീമിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ ബെന്നിന് ഒട്ടും താല്പര്യമില്ല. മിക്കി റോസ പറയുകയാണ് അവരുടെ കയ്യിലൊരു സീക്രട്ട് ഉണ്ട്, അതവരെ എല്ലാ ബ്ലാക്ക് ജാക്ക് ഗെയിമുകളിലും വിന്ന് ചെയ്യാൻ സഹായിക്കും. ഇതൊരു കാർഡ് കൗണ്ട് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്സിൽ നല്ല വിവരമുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയും. നീ ഞങ്ങളുടെ ടീമിൽ വന്നാൽ ഇത് നമ്മുടെ ടീമിനും ഒരു വളർച്ചയായിരിക്കും, നമുക്ക് നിറയെ പൈസ സമ്പാദിക്കുകയും ചെയ്യാം. ഈ ഗെയിം വളരെ സിമ്പിൾ ആണ്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്തമാറ്റിക്സിലെ ഒരു പ്രോബബിലിറ്റി പോലെയാണ്. മറ്റുള്ളവരുടെ കയ്യിലുള്ള കാർഡ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് അതിൽ വിജയിക്കാമെന്ന് കണ്ടുപിടിക്കുന്ന ട്രിക്കാണിത്. ഇതൊരു മാത്തമാറ്റിക്സ് ഇന്റലിജന്റിന് മാത്രമേ ചെയ്യാൻ കഴിയൂ. പ്രൊഫസർ പറയുകയാണ്, ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന കാര്യമൊന്നും അത്ര ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യം. നിന്നെ ഞാൻ ഈ ടീമിലേക്ക് വിളിച്ചത് നീ ഒരു നല്ല സ്റ്റുഡന്റ് ആയതുകൊണ്ടാണ്. മാത്രമല്ല നിനക്ക് നല്ല ബുദ്ധിയുമുണ്ട്. മാത്രമല്ല നീ കുറച്ച് ഹാൻസം കൂടെ. അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് നിന്നിലേക്ക് അട്രാക്റ്റ് ആവും. എന്നാൽ ബെന്നി ആ ഓഫർ വേണ്ടെന്ന് പറയുകയാണ്. അവൻ പറയുകയാണ്, എനിക്കിപ്പോൾ ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എൻ്റെ ജോലിയിൽ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. അതുകൊണ്ട് പ്രൊഫസർ എന്നെ ഇതിനെ നിർബന്ധിക്കരുത്. എന്നാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും അവനെ കൺവിൻസ് ചെയ്യാൻ നോക്കി. എന്നാൽ ബെൻ അവന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവൻ പോകുന്നതിന് മുമ്പേ പ്രൊഫസർ മിക്കി പറഞ്ഞു, നമ്മളിവിടെ സംസാരിച്ച കാര്യം നീ മറ്റാരോടും പറയരുത്. അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കും. അങ്ങനെ പിറ്റേ ദിവസം ബെന്നി ഷോപ്പിൽ വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ അതിലേ പോയ ജില്ല് ഇത് കണ്ട് അവിടെ നിന്ന്. ജില്ല് അവളെ കൊണ്ട് കഴിയുന്ന മാക്സിമം ശ്രമിച്ചു നമ്മളുടെ ബെന്നിനെ ആ ടീമിലേക്ക് കൊണ്ടുവരാൻ. എന്നാൽ ഈ ജില്ല് പറഞ്ഞപ്പോൾ നമ്മളെ ബെന്നിന് ആ ഓഫർ തള്ളിക്കളയാൻ തോന്നില്ല. കാരണം നമ്മളുടെ ബെന്നിന് ജില്ലിനോട് എന്തോ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ജില്ലിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ നമ്മുടെ ബെന്നിന് ജില്ലിനെ ഇഷ്ടമായി. അങ്ങനെ അവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, എങ്കിൽ ശരി ഞാൻ നിങ്ങളുടെ ടീമിലേക്ക് വരാം. അങ്ങനെ അന്നേ ദിവസം വൈകിട്ട് നമ്മളുടെ ബ്ലാക്ക് ജാക്ക് ടീം അവരുടെ നെക്സ്റ്റ് മത്സരത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണ്. പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ ബെന്നി ചെന്നു. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ബെന്നി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ഇത് കേട്ടതും ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. എല്ലാവരും നല്ല ത്രില്ലിലാണ്. അങ്ങനെ എല്ലാവരും അവനെ സ്വാഗതം ചെയ്ത് ടീമിലേക്ക്. ശേഷം അവനെ ആ ഗെയിം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവരെല്ലാവരും. നിരവധി കൗണ്ടിങ് ട്രിക്സ്, സയൻസ്, സിമ്പിൾസ്, അങ്ങനെ ഗെയിമിൽ വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ
ട്രിക്കും ബെന്നിനെ അവർ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസത്തെ പ്രാക്ടീസിന് ശേഷം ആ ഗ്രൂപ്പിന് മനസ്സിലായി ബെന്നി ഇപ്പോൾ ഒരു ഗെയിമിന് റെഡിയാണ്. ഒട്ടും വൈകാതെ തന്നെ അവർ അണ്ടർഗ്രൗണ്ടിലെ ഒരു ഗാംബ്ലിംഗ് റിംഗിലേക്ക് പോവുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ബെന്നി കളിച്ച് നല്ലൊരു എമൗണ്ട് അവൻ വിൻ ചെയ്തു. പെട്ടെന്ന് അവന്റെ മുഖം ആരോ കവർ ചെയ്തു. എന്നിട്ട് അവൻ അവിടുന്ന് വലിച്ചഴിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. ബെന്നി ആകെ പേടിച്ചിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവൻ നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് ആ ബാഗ് മാറ്റിയപ്പോഴാണ് അവന് മനസ്സിലായത് അത് അവന്റെ ടീമിലുള്ള മെമ്പേഴ്സ് തന്നെയാണ് അങ്ങനെ ചെയ്തത്. ഇത് അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ ടീം മെമ്പേഴ്സ് അങ്ങനെ ചെയ്തത്. കാരണം ഇത്തരത്തിലുള്ള നല്ല പ്രഷറുള്ള സിറ്റുവേഷനിൽ ബെൻ എങ്ങനെ പെരുമാറുമെന്ന് അവർക്ക് അറിയണമായിരുന്നു. അങ്ങനെ ആ ഗ്രൂപ്പ് ഒഫീഷ്യലി പറഞ്ഞു, ബെൻ നീ പാസ്സായിരിക്കുകയാണ് ഞങ്ങളുടെ ടെസ്റ്റിൽ. അങ്ങനെ ആ ടീമിലുള്ള എല്ലാവരും ലാസ് വേഗാസിലേക്ക് പോവുകയാണ്. ഒരു വലിയ ഗാംബ്ലിംഗ് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ നമ്മളുടെ പ്രൊഫസർ മിക്കി എല്ലാവർക്കും പുതിയ ഐഡന്റിറ്റി കൊടുക്കുകയാണ്. പുതിയ പേരും പുതിയൊരു മുഖവും. എന്നിട്ട് ബെന്നിനോട് പറയുകയാണ്, നീ നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പരിചയമുള്ളതായി പെരുമാറരുത്. ആദ്യമായിട്ട് കാണുന്നത് പോലെ ആക്ട് ചെയ്യാവൂ. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നമ്മളുടെ ബെന്നി കാസിനോയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ആദ്യമായിട്ട് തന്നെ അവർ ഒരു 10,000 രൂപ ബെറ്റ് വെച്ച് കളി ആരംഭിക്കുകയാണ്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മളുടെ ബെന്നി ജയിക്കാൻ തുടങ്ങി. അവൻ്റെ ആ ട്രെയിനിങ്ങും പെട്ടെന്ന് പഠിക്കാനുള്ള അവൻ്റെ ആ കഴിവുമാണ് അവൻ ഇത്രയും നല്ല രീതിയിൽ ജയിക്കാൻ സഹായിച്ചത്. അങ്ങനെ അവൻ ആ കാശ് ഡബിൾ ചെയ്ത് ജയിച്ചുകൊണ്ടേയിരുന്നു. ബാക്കിയുള്ളവരെല്ലാം കളിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് പോയിട്ടും ബെന്നി രാത്രിയായിട്ടും അവിടെ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ വലിയൊരു എമൗണ്ട് അവൻ വിന്ന് ചെയ്തിട്ടാണ് കളി അവസാനിപ്പിക്കുന്നത്. പിറ്റേന്ന് രാവിലെ ബെന്നി എഴുന്നേറ്റപ്പോൾ നമ്മുടെ ജില്ല് ബെന്നിന് പൈസ കൊടുക്കുകയാണ്. ഇതാണ് നിന്റെ ഷെയർ. ജില്ല് നമ്മുടെ ബെന്നിനെ അഭിനന്ദിക്കുകയാണ്. നീയാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പൈസ നേടിയത്. കാരണം ഇത്രയും നാളും ഫിഷർ ആയിരുന്നു കൂടുതൽ പൈസ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നീയാണത്. എന്നാൽ ബെന്നി മറുപടി പറഞ്ഞു, ഞാൻ ഇത്രയും കളിച്ച് തന്നെ പൈസ ഉണ്ടാക്കുന്നത് എൻ്റെ ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ വേണ്ടിയാണ്. അതിനുള്ള പൈസ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഈ പണി നിർത്തും. എന്നാൽ ഇത് കേട്ടത് നമ്മുടെ ജില്ലെന്ന് ചിരിച്ചു. ഓ, എല്ലാവരും ഇങ്ങനെ തന്നെ പറയുന്നത്. അങ്ങനെ തിരിച്ച് അവൻ്റെ വീട്ടിലെത്തിയപ്പോൾ ബെന്നി അവനുണ്ടാക്കിയ പൈസയെല്ലാം എണ്ണി നോക്കിയിട്ട് അവൻ്റെ റൂമിൻ്റെ മുകളിലെ സീലിങ്ങിൽ ഒളിപ്പിച്ച് വെക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ബെന്നിൻ്റെ സുഹൃത്തുക്കളായ മൈൽസും ക്യാമും ചെന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ എത്രയും നാളും എവിടെ ആയിരുന്നു? ഈ വീക്കെൻഡിലൊന്നും നിന്നെ കണ്ടില്ലായിരുന്നല്ലോ. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എന്നാൽ ബെന്നി അവരോടെല്ലാം കള്ളം പറഞ്ഞു. ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയതാ, മാത്രമല്ല ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ബെന്നും അവൻ്റെ ഫ്രണ്ട്സും എല്ലാം ബാറിൽ ഇരുന്നപ്പോൾ അവിടെ ജില്ലുണ്ടായിരുന്നു. അങ്ങനെ ബെന്നിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, ബെൻ നീ അവളോട് പോയി സംസാരിക്കുക. അങ്ങനെ ബെൻ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് കുറേ കോൺഫിഡൻസുമായിട്ട് ജില്ലിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് കുറേ നേരം ജില്ലുമായിട്ട് സംസാരിച്ച് അവർക്കൊരു ഡ്രിങ്ക് ഓഫർ ചെയ്തു. ശേഷം അവർ രണ്ടുപേരും ട്രെയിനിൽ പോവുകയായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ബെന്നി ജില്ലിനെ ഒന്ന് കിസ് ചെയ്യാൻ നോക്കി. എന്നാൽ ജില്ലിന് അത് ഇഷ്ടമായില്ല. അവൾ അവനെ തട്ടി നീക്കി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നമ്മളുടെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും കോംപ്ലിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ കാണിക്കുന്നത് കുറേ തവണകളായിട്ട് നമ്മളുടെ ബെന്നും കൂട്ടുകാരും ലാസ് വെഗാസിൽ പോയി നിറയെ പൈസ സമ്പാദിക്കുന്നതാണ്. എന്നാൽ നിർത്താതെയുള്ള ഇവരുടെ വിജയം ആ കസീനോയിലെ ചില ആളുകളിൽ സംശയമുണ്ടാക്കി. ആ കസീനോയുടെ ഒഫീഷ്യൽസ് ഇവരെ നിരീക്ഷിക്കാൻ തുടങ്ങി. അവർ വിശ്വസിച്ച് ഇവർ ചീറ്റ് ചെയ്യുകയാണ്. എന്തോ ട്രിക്ക് ഇവർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ആ കസീനോയുടെ ഒഫീഷ്യൽസിന് മനസ്സിലായി. അങ്ങനെ സെക്യൂരിറ്റി സ്റ്റാഫിൽ ഒരാളായ കോൾ വില്യംസ് ബെന്നിന്റെ മത്സരങ്ങൾ കൂടുതൽ നിരീക്ഷിക്കാൻ തുടങ്ങി. ഇതേ സമയം നമ്മുടെ ബെന്നും ജില്ലും അവരുടെ റിലേഷൻഷിപ്പ് കൂടുതൽ എൻജോയ് ചെയ്തു. ഇതിന്റെ കൂടെ തന്നെ നിരവധി ക്യാഷും നമ്മളുടെ ബെന്നി സമ്പാദിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ടീമിലെ ഫിഷറിന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ബെന്നിന്റെ ഈ വളർച്ച നമ്മളുടെ ഫിഷറിൽ ജലസ് ഉണ്ടാക്കി. അങ്ങനെ ഒരു ദിവസം ഫിഷർ നല്ല രീതിയിൽ മദ്യപിച്ചിരുന്നു. അങ്ങനെ മാച്ചിനിടെ ഫിഷർ മറ്റുള്ളവരെ പരിചയമുള്ള രീതിയിൽ സംസാരിച്ചു. കൂടുതലും ബെന്നിനോടായിരുന്നു അവൻ സംസാരിച്ചിരുന്നത്. ഇത് മറ്റുള്ള പ്ലേയേഴ്സിൽ സംശയം ഉണ്ടാക്കി. അങ്ങനെ അവസാനം നമ്മളുടെ ഫിഷറും ബെന്നും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ടീം മെമ്പേഴ്സ് എല്ലാം അവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മുടെ പ്രൊഫസർ മിക്കി ഫിഷറിനെ ടീമിൽ നിന്നെടുത്ത് കളയാണ്. കാരണം അവൻ്റെ ഈ സ്വഭാവവും ടീംമേറ്റ്സിനോടുള്ള അവൻ്റെ പെരുമാറ്റവും നമ്മുടെ പ്രൊഫസർ മിക്കിക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്ന് രാത്രി നമ്മളുടെ ബെന്നും ജില്ലും നൈറ്റ് ക്ലബിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയായിരുന്നു. ശേഷം ഒരു ലക്ഷറി സ്യൂട്ടിൽ അവർ ആ രാത്രി ഒരുമിച്ച് കൂടി. അങ്ങനെ പരസ്പരം അവർ പ്രണയിക്കുകയാണ്. ബെന്നിൻ്റെ ഈ ബ്ലാക്ക് ജാക്ക് ടീമിനുള്ള കമ്മിറ്റ്മെന്റ് അവൻ്റെ പഠിത്തത്തിലുള്ള ഇൻട്രസ്റ്റ് വരെ ഇല്ലാതാക്കി. അവൻ്റെ പഴയ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം അവൻ പതിയെ ഒഴിവാക്കി. മാത്രമല്ല അവരുടെ ആ റോബോട്ടിക് പ്രോജക്റ്റിൽ ബെൻ അവർക്ക് കൊടുത്ത് മൈക്രോ ചിപ്പും വേറെയായിരുന്നു. ഇത് അവനെ ആ ഗ്രൂപ്പിൽ നിന്നും മറ്റു ഫ്രണ്ട്സ് ഒഴിവാക്കി. ഇത് കേട്ട ബെന്നി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പ്രോജക്റ്റിലോടൊന്നും വലിയ താല്പര്യമില്ല, ഞാൻ അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് പോകാൻ പോവുക. അങ്ങനെ അവരുടെ അടുത്ത ലാസ് വെഗാസ് യാത്ര എത്തി. ബെന്ന് പതിവ് പോലെ തന്നെ നല്ല രീതിയിൽ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. $2 ലക്ഷം പിന്നിട്ടിട്ടും നമ്മുടെ ബെന്നി കളി അവസാനിപ്പിച്ചില്ല. എന്നാൽ ഇത് അവരുടെ പ്രോട്ടോകോളിനും മേളിലായിരുന്നു. കാരണം അവരുടെ ടീമിന് ചില പ്രോട്ടോകോൾസ് ഉണ്ടായിരുന്നു. കറക്റ്റായി ഇത്ര എമൗണ്ടിലല്ലാതെ അവർ ഏൺ ചെയ്യാൻ പാടില്ല എന്നുണ്ടായിരുന്നു. ബെന്നിന്റെ ഈ സ്വഭാവം നമ്മുടെ പ്രൊഫസർ മിക്കിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പ്രൊഫസർ ബെന്നിനെ ഒരുപാട് വഴക്ക് പറയാൻ തുടങ്ങി. കാരണം ആ മത്സരത്തിൽ നമ്മുടെ ബെന്നി തോറ്റിരുന്നു. അങ്ങനെ അവന്റെ കയ്യിലുള്ള എല്ലാ പൈസയും അങ്ങനെ പോയി. അങ്ങനെ നമ്മുടെ പ്രൊഫസർ മിക്കി
പറയാണ് ബെന്നിനോട്, നീ മത്സരത്തിൽ തോറ്റുകൊണ്ട് ആ പോയ പൈസ ഇത്രയും നീ തിരിച്ചു തരേണ്ടതാണ്. അങ്ങനെ ബെന്നു മറ്റു 3 പ്ലേയേഴ്സിനോട് പറയാണ്, നിങ്ങളുടെ പൈസ എല്ലാം കൊണ്ടുപോകാം, നമുക്ക് ആ പൈസ വെച്ചിട്ട് ഈ പോയ പൈസ തിരിച്ചു പിടിക്കാം. അങ്ങനെ ഇത് ഇവരുടെ ടീമിൽ ഒരു കലഹം ഉണ്ടാക്കിയെങ്കിലും പ്രൊഫസർ മിക്കി ഇതിനോട് കൂട്ടുനിന്നില്ല. അങ്ങനെ ബാക്കി 3 പേരും നമ്മളുടെ ബെന്നും കൂടെ തീരുമാനിക്കുകയാണ്, ബാക്കി ഇനി കയ്യിലുള്ള പൈസ വെച്ചിട്ട് നമുക്ക് കളിച്ച് ഈ നഷ്ടം വന്ന പൈസ തിരിച്ചെടുക്കാം. അങ്ങനെ അവർ രണ്ടും കൽപ്പിച്ച് കളിച്ചു തുടങ്ങി. അങ്ങനെ പതുക്കെ അവർക്ക് നഷ്ടമായ പൈസ അവർ തിരിച്ചെടുത്തുകൊണ്ടിരുന്നു. എന്നാൽ അവരുടെ വിജയം അധിക ദൂരം പോയില്ല. പെട്ടെന്നാണ് അവിടേക്ക് സെക്യൂരിറ്റി കോൾ എത്തിയത്. അവർ തന്ത്രപൂർവ്വം ബെന്നിനെ പിടിക്കുകയായിരുന്നു. ഈ സമയം കൊണ്ട് ഗ്രൂപ്പിലുള്ള മറ്റെല്ലാവരും രക്ഷപ്പെട്ടു. അങ്ങനെ ബെന്നിനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് കോളും അവന്റെ കൂടെയുള്ള ആളും ബെന്നിനായിട്ട് ഇടിക്കുകയാണ്. നിന്റെ കാര്യം കഴിഞ്ഞിടാൻ, നിന്റെ വിജയൊക്കെ ഇവിടത്തോടെ നിർത്തിക്കോണം, ഇനി എങ്ങനെ കളിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. അങ്ങനെയാണ് നമ്മളെ ബെൻ അറിയുന്നത് ശരിക്കും മിക്കി ആ കസീനോയിലെ ഒരു കാർഡ് കൗണ്ടർ ആയിരുന്നു. ഒരു രാത്രി $1 മില്യൺ അടിച്ചുകൊണ്ട് അവിടുന്ന് മുങ്ങിയ ആളാണ് മിക്കി. ഇതെല്ലാം പിന്നീടാണ് ബെൻ അറിയുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മുടെ ബെന്നിനെ അവിടുന്ന് വിടുകയാണ്. ഇനി മുതൽ കസീനോയിൽ ഫേഷ്യൽ റെക്കഗ്നേഷൻ കൊണ്ടുവരും, അതുകൊണ്ട് നിനക്ക് ഇനി മത്സരിക്കാൻ കഴിയത്തില്ലെന്ന് കോളും ബെന്നിനോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ബെന്നിന്റെ അവസാനത്തെ കളിയായിരുന്നു ആ രാത്രി കഴിഞ്ഞത്. മാത്രമല്ല ബെന്നിനെ അവർ വാൺ ചെയ്ത വിട്ടേക്കുന്നത്, ഇനി ഒരിക്കലും നിന്നെ ഭാഗത്ത് കണ്ടുപോകരുത്. അങ്ങനെ പിറ്റേ ദിവസം MIT-യിലെത്തിയ നമ്മളുടെ ബെൻ അറിയുന്നത് മിക്കി അവനെ പരീക്ഷയിൽ തോപ്പിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ അവന് MIT-യിൽ നിന്ന് ഗ്രാജുവേറ്റ് ആവാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് റൂമിലെത്തിയ നമ്മളുടെ ബെൻ അറിയുന്നത് അവനവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസയെല്ലാം ആരോ അടിച്ചുകൊണ്ട് പോയി എന്നതാണ്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട നമ്മളെ ബെന്നി ജില്ലിന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ജില്ലിനോട് അവൻ മാപ്പ് പറയുകയാണ്, എനിക്കെല്ലാം നഷ്ടപ്പെട്ട് എൻ്റെ പൈസയെല്ലാം പോയി, എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിട്ടുപോയി, എനിക്ക് MIT-യിൽ നിന്ന് ഗ്രാജുവേറ്റ് ആകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ജില്ല അവനെ ആശ്വസിപ്പിച്ചു, കുഴപ്പമില്ല ബെൻ. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ബെന്നി സയൻസ് കോമ്പറ്റീഷൻ കാണാൻ പോവുകയാണ്. അവിടെ വെച്ചാണ് നമ്മുടെ ബെൻ അറിയുന്നത് തൻ്റെ സുഹൃത്തുക്കളായ മൈൽസിനും ക്യാമിനുമാണ് സയൻസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് അടിച്ചത്. അവരുടെ പ്രോജക്റ്റിനാണ് ഫസ്റ്റ് അടിച്ചെന്ന് പറഞ്ഞ ബെന്നിന് ആകെ സങ്കടമായി. കാരണം അവനും ആ പ്രോജക്റ്റിന്റെ ഒരു ഭാഗമായിരുന്നു. അവന്റെ അഹങ്കാരം കാരണമാണ് അവൻ അതിൽ നിന്ന് മാറേണ്ടി വന്നത്. മാത്രമല്ല ആ പ്രോജക്റ്റിൽ അവർ ജയിച്ചതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു എമൗണ്ട് സ്കോളർഷിപ്പായിട്ട് കിട്ടുന്നതുമായിരിക്കും. ഇതെല്ലാം കണ്ട് മനസ്സ് തകർന്ന നമ്മുടെ ബെൻ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം അവന്റെ ഫ്രണ്ട്സിനെ കണ്ട് ബെന്നി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്ഷമ ചോദിച്ചു. ലാസ് വെഗാസിൽ നടന്ന കാര്യമെല്ലാം ബെൻ അവരോട് പറഞ്ഞു. പിന്നീട് നമ്മളെ ബെന്നി മിക്കിയെ പോയി കാണുകയാണ്. പ്രൊഫസർ മിക്കി, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഞാൻ കാരണമാണ് നിങ്ങളുടെ പൈസ എല്ലാം നഷ്ടമായത്, നിങ്ങൾ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ സഹായിക്കണം, എൻ്റെ ഗ്രാജുവേഷൻ എങ്ങനെയെങ്കിലും നടക്കാൻ നിങ്ങൾ സഹായിക്കണം, നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ ബെന്നി മിക്കിക്ക് മുമ്പിൽ വലിയൊരു ഓഫർ വെക്കുകയാണ്. ഫേഷ്യൽ റെക്കഗ്നേഷൻ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ പോയി ഒരു മത്സരം കളിച്ച് നിങ്ങൾക്ക് നഷ്ടമായതിൻ്റെ ഇരട്ടി പണം ഞാൻ തിരിച്ചു തരാം. ഇത് കേട്ട മിക്കിക്കും ചെറിയ ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ പിറ്റേ ദിവസം അവരുടെ പഴയ ഗ്രൂപ്പിൽ എല്ലാവരും വന്നു. അവരങ്ങനെ ഒരു പുതിയ പ്ലാനിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ലാസ് വെഗാസിലേക്ക് പോയി. ഇത്തവണ എല്ലാവരും വേഷം മാറിയാണ് പോയത്. അങ്ങനെ അവർക്ക് നഷ്ടമായതിൻ്റെ ഇരട്ടിയിലധികം പൈസ അവർ അവിടെ നിന്ന് ഉണ്ടാക്കി. ഏകദേശം $6,40,000 അവരവിടുന്ന് സമ്പാദിച്ചത്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ സെക്യൂരിറ്റി ആയ കോളും ടീമും എത്തിയിരുന്നു. അവരങ്ങനെ ഇവരെ പിടിക്കാനായിട്ട് ഓടിച്ചു. അവിടുന്ന് മത്സരിച്ച് നേടിയ കാസിനോ ചിപ്സ് എല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നു. പെട്ടെന്ന് മിക്കി പറഞ്ഞു, അതെൻ്റെ കയ്യിൽ തന്നേക്ക്, കാരണം ഇനി ഇത് നഷ്ടമാക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ബെന്നി പെട്ടെന്ന് ആ ചിപ്സ് ഇത്രയും മിക്കിയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ പ്രൊഫസർ മിക്കി അതുമായിട്ട് അടുത്ത് കണ്ട ഒരു കാറിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുകയാണ്. പിന്നീടാണ് നമ്മൾ അറിയുന്നത് ശരിക്കും ഇതെല്ലാം മിക്കിയുടെ ഒരു പ്ലാൻ ആയിരുന്നു. ആ പൈസ അത്രയും അവരുടെ ടീമിൽ നിന്നും അടിച്ചു മാറ്റാനായിട്ടാണ് മിക്കി ഇങ്ങനെ ചെയ്തത്. കാരണം ഇത്രയും പൈസ അവരെ വിജയിച്ച് നേടിയതെല്ലാം മിക്കിക്ക് ഒറ്റയ്ക്ക് വേണമായിരുന്നു. കാറി വെച്ച് പ്രൊഫസർ മിക്കി വേഷമെല്ലാം മാറി പെട്ടെന്ന് ആ ബാഗ് തുറന്ന് ആ ചിപ്സ് എത്ര എണ്ണി നോക്കാൻ പോയി. അപ്പോഴാണ് മിക്കി അറിയുന്നത് ശരിക്കും ബാഗിലുണ്ടായിരുന്നത് വെറും ചോക്ലേറ്റ് ചിപ്സ് ആയിരുന്നെന്ന്. ശരിക്കും വലിയ ചിപ്സ് ബെൻ അതിനുമുമ്പേ മാറ്റിയിരുന്നു. ബെന്നിനെ അറിയാമായിരുന്നു മിക്കി ഇങ്ങനെ ചതിക്കുമെന്ന്. കാരണം അവസാനത്തെ ഗെയിമിൽ നമ്മളുടെ ബെന്നിനെ കസീനോയിലെ സെക്യൂരിറ്റി കോൾ പിടിച്ചപ്പോൾ അവൻ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കൊടുത്ത ഒരേ ഒരു അവസരത്തിൽ കോള് പറഞ്ഞത് നീ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് മിക്കി എത്തിക്കണമെന്നായിരുന്നു. കാരണം ഒരിക്കൽ പ്രൊഫസർ മിക്കി $1 മില്യൺ ആ കസീനോയിൽ നിന്ന് മുങ്ങിയതാണ്. അതിന് പ്രതികാരം വീട്ടാൻ നമ്മുടെ സെക്യൂരിറ്റി കോളിന് പ്രൊഫസർ മിക്കിയെ വേണമായിരുന്നു. പ്രൊഫസർ മിക്കി അവൻ്റെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്നായിരുന്നു അന്ന് സെക്യൂരിറ്റി കോൾ ബെന്നിനോട് പറഞ്ഞത്. മാത്രമല്ല അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നിന്റെയും നിന്റെ ഫ്രണ്ട്സിൻ്റെയും ഫേഷ്യൽ ID ഈ ഡാറ്റാബേസിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ആക്കി കളയുമെന്ന് സെക്യൂരിറ്റി കോൾ പറഞ്ഞു. അതുകൊണ്ട് നിനക്കിനി എത്ര വേണമെങ്കിലും ഈ ഗെയിമിലൂടെ ഇവിടുന്ന് പൈസ സമ്പാദിക്കാൻ കഴിയും. അങ്ങനെ സെക്യൂരിറ്റി കോളും നമ്മളെ ബെന്നുമായിട്ടുള്ള ഒരു പ്ലാനിൻ്റെ ഭാഗമായാണ് നമ്മളുടെ പ്രൊഫസർ മിക്കിയെ അവർ പിടികൂടുന്നത്. അങ്ങനെ അവസാനം നമ്മളുടെ സെക്യൂരിറ്റി കോള് പ്രൊഫസർ മിക്കിയെ പിടിക്കുകയാണ്. എന്നിട്ട് ബെന്നിനോട് പറയുകയാണ്, നീ ഇപ്പോൾ ഫ്രീ ആണ്, നിന്റെ മേലുള്ള എല്ലാ കുറ്റവും ഞാൻ മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിനക്കിനി എപ്പം വേണമെങ്കിലും ഈ കസീനോയിൽ വന്ന് കളിച്ച് പൈസ സമ്പാദിക്കാം. എന്നാൽ നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം, നീ നേടിയ ആ ചിപ്സ് ഇല്ലേ അത് ഇത്ര എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാൻ റിട്ടയർഡ് ആവാൻ പോവാണ്, അതുകൊണ്ട് തന്നെ എനിക്കിനി വലിയൊരു എമൗണ്ട് തന്നെ വേണം, ഇനി അങ്ങോട്ട് എനിക്ക് ജോലിയൊന്നുമില്ല. എന്നാൽ ഇത് കേട്ട ബെന്നിന് ആകെ ഒരു മടിയുണ്ടായിരുന്നു, കാരണം അതൊരു വലിയ എമൗണ്ട് ആയിരുന്നു. എന്നാൽ ബെന്നി മടിക്കാതെ അതങ്ങ് തിരിച്ചു കൊടുത്തു. കാരണം ബെന്നി പറഞ്ഞു, എൻ്റെ ഈ ബുദ്ധി വെച്ച് എനിക്ക് ഇനിയും പൈസ ഉണ്ടാക്കാൻ കഴിയും, ഇപ്പോൾ വലുത് എനിക്ക് എൻ്റെ ജീവനാണ്. അങ്ങനെ ബെന്നി ആ കളക്ട് ചെയ്ത അത്രയും ചിപ്സും തിരിച്ച് സെക്യൂരിറ്റി കോളിന് കൊടുത്തിട്ട് ജില്ലുമായി അവിടുന്ന് പോവുകയാണ്. ഇതേ സമയം
നമ്മളുടെ പ്രൊഫസർ മിക്കിയെ സെക്യൂരിറ്റി കോള് പണ്ട് ബെന്നിനെ ഇട്ടിരുന്ന അതേ റൂമിൽ ഇട്ടേക്കുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ബെന്നി അവന്റെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് കാസിനോയിലൂടെ നടക്കുകയാണ്. അവിടെ വെച്ചാണ് നമ്മൾ കാണുന്നത് ബെന്നിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള മൈൽസും ക്യാമും ബെന്നിന്റെ പോലെ അവിടെ കളിക്കാൻ വന്നതാണ്. കാരണം അവരും മാത്തമാറ്റിക്സിൽ സ്കിൽഡ് ആയിരുന്നു. അങ്ങനെ സിനിമ തീരുമ്പോൾ നമ്മുടെ ബെന്നും അവന്റെ സുഹൃത്തെല്ലാവരും കൂടെ നല്ലൊരു എമൗണ്ട് തന്നെ ആ കാസിനോയിൽ നിന്ന് വിൻ ചെയ്തെടുത്തിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ കാസിനോയിലും ഫേസ് റെക്കഗ്നേഷൻ വന്നു. അങ്ങനെ ബെന്നും അവൻ്റെ ടീമുമെല്ലാം ഈ ജോലിയിൽ നിന്നും മാറിയിരുന്നു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ശരിക്കും ഈ കഥയെല്ലാം ബെൻ ഒരാളോട് പറയുകയായിരുന്നു. ആ ആള് വേറെ ആരുമല്ല, ബെന്നിനെ ആദ്യം ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ഹാർഡ്വേർഡിലെ ആ വ്യക്തിയാണ്. ഇതെല്ലാം കേട്ട ആ ഹാർഡ്വേർഡ് ഡീൻ വാ പൊളിച്ചുപോയി.